നമ്മൾ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 13ാമത്തെ ചോദ്യം നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ നിന്നുള്ളതാണ്. ലീസ്റ്റ് വാല്യൂ, മാക്സിമം മിനിമം വാല്യൂവിന്റെ കേസ്. പക്ഷെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുള്ളതല്ല ഫംഗ്ഷൻ. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നമ്മുടെ എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് എന്നുള്ള ഫോമിൽ നമ്മൾ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ലീസ്റ്റ് വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാക്സിമം വാല്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സോ നമ്മുടെ എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോസ് സ്ക്വയർ തീറ്റനെ നമുക്ക് 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കാം. ഇത് നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ, അപ്പോൾ നമുക്ക് 6 സൈൻ 2 തീറ്റ എന്ന് കിട്ടും. 3 സൈൻ 2 തീറ്റ അല്ലേ? ഇവിടെ 3 ഇൻറ്റു 2 ഓക്കെ. അപ്പോൾ നമുക്ക് 3 സൈൻ 2 തീറ്റ. യെസ്. ദെൻ അടുത്ത 3 സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എന്താക്കാം? 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 പ്ലസ് 2. ഇനി ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് LCM ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫംഗ്ഷൻ ഒന്നും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. 4 മൈനസ് 3 സൈൻ 2 തീറ്റ മൈനസ് കോസ് 2 തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇവിടെ 4 മൈനസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 ദെൻ പ്ലസ് ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. സോ അപ്പോൾ നമുക്ക് എന്താ കിട്ടും? മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 4 മൈനസ് റൂട്ട് 10 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ലീസ്റ്റ് വാല്യൂ. 4 മൈനസ് റൂട്ട് 10 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ?